ഇനി ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ടാഗ് ഓഫ് ഇമ്പറേറ്റീവ് സെന്റൻസസ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്താണ്? ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു റിക്വസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു കമാൻഡ് ആകാം, അല്ലെങ്കിൽ ഒരു ഓർഡർ ആകാം. അത്തരത്തിൽ ഉള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ, അഡ്വൈസ് ആകാം, അത്തരത്തിലുള്ള സെന്റൻസുകളെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് വരുന്നത് എങ്കിൽ ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കി, ഒന്നാമത്തത് സിമ്പിൾ റിക്വസ്റ്റ് ആണെങ്കിൽ, അതായത് പ്ലീസ് പോലുള്ള സിമ്പിൾ റിക്വസ്റ്റുകളാണ് വരുന്നത് എങ്കിൽ ടാഗ് എങ്ങനെയായിരിക്കും വരുന്നത്? വില്യൂ ആയിരിക്കും. ഒന്നും ആലോചിക്കേണ്ട, സിമ്പിൾ റിക്വസ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ നോക്കുമ്പോൾ അതൊരു സിമ്പിൾ റിക്വസ്റ്റ് പോലെ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ടാഗ് ഒന്നുമില്ല, വില്യൂ എന്ന് എഴുതുക, കോമ കൊടുക്കുക, വില്യൂ കൊടുക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഓക്കെ ആണല്ലോ? എക്സാമ്പിൾ നോക്കിയേ, ഓപ്പൺ ദി വിൻഡോ. അതായത് ഇവിടെ ഓപ്പൺ ദി വിൻഡോ എന്ന് ഒരു കമാൻഡ് ആയിട്ടല്ല പറയുന്നത്. ഇപ്പോൾ ഓപ്പൺ ദി വിൻഡോ പ്ലീസ് അതൊരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണെന്ന് തോന്നുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഓപ്പൺ ദി വിൻഡോ, വിൽ യു എന്ന് കൊടുക്കാം. ഇനി ഡോണ്ട് ബി ലേറ്റ് ഫോർ സപ്പർ, അതായത് സപ്പറിന് താമസിച്ച് വരരുതേ എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? വിൽ യു കൊടുക്കാം. ഹാവ് അനദർ കപ്പ് ഓഫ് ടീ, അതായത് വേറെ കപ്പ് ഓഫ് ടീ വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ വിൽ യു, അതൊക്കെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? വിൽ യു കൊടുക്കാം. ഇനി ചിലത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്, കുറച്ചുകൂടി ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. അത് റിക്വസ്റ്റ് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ഫോഴ്സ്ഫുൾ ആണ്. അങ്ങനെയാണെങ്കിൽ വിൽ യു മാറി എന്തായിട്ട് മാറും? വോണ്ട് യു ആയിട്ട് മാറും. അതും റിക്വസ്റ്റ് ആണ്, പക്ഷെ കുറച്ചുകൂടി ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? വോണ്ട് യു ആയിട്ട് മാറും. എക്സാമ്പിൾ നോക്കിയേ, പ്ലീസ് ബൈ ദിസ് മെഡിസിൻ ഫോർ മീ. അതായത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ്ഫുള്ളി റിക്വസ്റ്റ് ആണ്, അതിലാണ് പ്ലീസ് ഒക്കെ ചേർക്കുന്നത്. കുറെ കൂടി സ്ട്രോങ് ആണ്. പ്ലീസ് ബൈ ദിസ് മെഡിസിൻ ഫോർ മീ എന്നുള്ളതാണ്, അതിൽ വോണ്ട് യു എന്ന് പറയാം. ഇനി ബി കെയർഫുൾ വെൻ യു ക്രോസ് ദി റോഡ്, അതായത് കെയർഫുൾ ആയിരിക്കണം, അത് ഒന്നുകൂടി സ്ട്രോങ്സ്റ്റ് ആയിട്ട് പറയുന്നതാണ്. അതായത് ബി കെയർഫുൾ വെൻ യു ക്രോസ് ദി റോഡ്, വോണ്ട് യു എന്ന് പറയുന്നത്. പ്ലീസ് പോസ്റ്റ് ദിസ് ലെറ്റർ ഫോർ മീ, അതിൽ പ്ലീസ് വരുന്നുണ്ട്, അത്രയും ദയനീയമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് വോണ്ട് യു ചേർക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇമ്പറേറ്റീവ് സെന്റൻസ് തന്നെ ബിഗിൻസ് വിത്ത് ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ്, അതായത് ലെറ്റ് അസിനെ നമ്മൾ ചുരുക്കി ലെറ്റ്സ് എന്നുള്ളത്. അപ്പൊ ലെറ്റസിലോ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ, അതായത് ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ലെറ്റസിലോ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കണ്ണു അടച്ച ടാഗ് എഴുതാം, ഷാൾ വി എന്ന് എഴുതാമല്ലോ. നോക്കി, ലെറ്റസ് ഹാവ് സം ഫൺ എന്നുള്ളതാണെങ്കിൽ ഷാൾ വി. ലെറ്റസ് ഗോ ഫോർ എ ഫിലിം, ഷാൾ വി. ഇനി ഇവിടെ ഒരു പ്രത്യേകത നോക്കാം, ലെറ്റ് ഹിം ആണ് വരുന്നത് എങ്കിൽ, ഇവിടെ ലെറ്റസും ലെറ്റ്സും ആണ് ആദ്യം വന്നിരിക്കുന്നത്. ലെറ്റ്സ്, അതായത് ലെറ്റസ് ഹാവ്, ലെറ്റസ് ഗോ ആണ്. അപ്പൊ നമ്മൾ ലെറ്റസും ലെറ്റ്സും ആണ് വന്നതെങ്കിലാണ് ഷാൾ വി. പക്ഷെ ഇവിടെ നോക്കി, ലെറ്റ് ഹിം ആണ്, അതായത് അസിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് ഹിം ആണ്. അപ്പൊ നമ്മൾ ചാടി കീറി ക്വസ്റ്റ്യൻ നോക്കാതെ ലെറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ എന്ത് എഴുതാൻ പാടില്ല? ഷാൾ വി എന്ന് എഴുതാൻ പാടില്ല. കാരണം ലെറ്റ് കഴിഞ്ഞിട്ട് ലെറ്റ് അസ് അല്ലെങ്കിൽ ലെറ്റ്സ് എന്ന് വന്നാൽ മാത്രമേ ഷാൾ വി എഴുതാൻ പാടുള്ളൂ. അപ്പൊ ലെറ്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഹിം ആണ്, അപ്പൊ നമുക്ക് ഷാൾ വി എഴുതാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ലെറ്റ് ഹിം ഗോ ഫോർ എ ഫിലിം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റൂ? വിൽ യു എന്നേ എഴുതാൻ പറ്റൂ. ഓക്കെ ആണല്ലോ? അതുപോലെ ലെറ്റ് മീ ഗോ ഫോർ എ ട്രിപ്പ് എന്നുള്ളതാണ്. അപ്പൊ ലെറ്റ് കഴിഞ്ഞിട്ട് ലെറ്റ് അസ് അല്ല വന്നത്, മീ ആണ് വന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റൂ? വിൽ യു. അടുത്ത് നോക്കിയേ, ലെറ്റ് us ഹാവ് എ കപ്പ് ഓഫ് കോഫി, അവിടെ ലെറ്റ് അസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഷാൾ വി ആയിട്ട് മുന്നോട്ട് പോവാം. ഇനി ലെറ്റ് us ഹാവ് എ കപ്പ് ഓഫ് കോഫി പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും നോക്കി, ലെറ്റ് us വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഷാൾ വി എഴുതിയില്ല. കാരണം അതൊരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള, അതായത് പ്ലീസ് പോലുള്ളത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു റിക്വസ്റ്റ് മോഡിലോട്ട് വന്നു. ഫോഴ്സ്ഫുൾ ആണെങ്കിലും കുറച്ചുകൂടി ഒരു റിക്വസ്റ്റ് മോഡിലോട്ട് വന്നു. അപ്പോഴും നമുക്ക് എന്ത് ചേർക്കാം? വിൽ യു ചേർക്കാം. അപ്പൊ ചിലയിടത്ത് ഷാൾ വി ചേർത്താലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, അത് കോമ്പൻസേറ്റ് ചെയ്ത് പോവും. എങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ലെറ്റ് us ഹാവ് എ കപ്പ് ഓഫ് കോഫി പ്ലീസ് എന്നുള്ളത് കൊണ്ട്, ലെറ്റസ് വരുന്നത് കൊണ്ട് നമ്മൾ ഷാൾ വി എഴുതാതെ എന്ത് എഴുതും? വിൽ യു എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗുകൾ എന്ന് പറയുന്നത്.